ഏയ് മഞ്ജു, നീ എന്തിനാ ഇനി അവളെ നോക്കി പേടിപ്പിക്കുന്നത്? എന്തായാലും താലി കിട്ടിയില്ലേ, ഇനി കല്യാണം മര്യാദയ്ക്ക് നടക്കട്ടെ. വഴക്കിനൊക്കെ ഇനിയും സമയമുണ്ട്. ചില കണക്കുകളെ അപ്പ തീർക്കുന്നേ നല്ലത്. ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല നിധി. നിനക്ക് നല്ല മാറ്റമുണ്ടല്ലോ. പഴയ മഞ്ജു ഇങ്ങനെ ഒന്നും സംസാരിക്കില്ലായിരുന്നു. സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് മാറിയല്ലേ പറ്റൂ. അപ്പോ സ്വപ്നയ്ക്ക് കാര്യമായിട്ട് എന്തോ കിട്ടാൻ പോകുന്നുണ്ടല്ലേ? സ്വപ്ന അത് അർഹിക്കുന്നുണ്ട്. അവളുടെ കാര്യം മഞ്ജു നോക്കട്ടെ. വാ, നമുക്ക് മണ്ഡപത്തിലേക്ക് പോവാം. വാ. നീ എത്ര വലിയ തെറ്റാ ചെയ്തേന്നാ നിനക്കറിയില്ല. എനിക്ക് ഈ ലോകത്തെ ഏറ്റവും വലുത് എന്റെ അനിയത്തിയ. അവള് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട ദിവസമാ നീ നശിപ്പിക്കാൻ ശ്രമിച്ചത്. എന്നെ നീ എത്ര ബുദ്ധിമുട്ടിച്ചാലും അത് ഞാൻ സഹിച്ചു എന്ന് വരും. പക്ഷേ മഹിമയെ നീ ദ്രോഹിച്ച നിനക്ക് ജീവിച്ച് മതിയായി എന്നായിരിക്കും അർത്ഥം. നീ പല തവണയായിട്ട് എന്റെ ക്ഷമ പരീക്ഷിക്കുന്നു. എന്റെ ക്ഷമയുടെ നെല്ലിപ്പലക പൊളിച്ച് അടങ്ങുവെന്ന വാശിയാണ് നിനക്കെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് നീ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടായിരിക്കണം. എന്റെ അനിയത്തിക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ നീ ഒരു തടസ്സമായിരിക്കും എനിക്ക് തോന്നിയ നിന്നെ ഞാൻ ഒഴിവാക്കാനും മടിക്കില്ല.